വന്ദേ ഭാരതിന് മുട്ടനൊരു പണി കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കോടികൾ മുടക്കി ഇറക്കിയ സാധനമാണ്. നല്ല എയർ കണ്ടീഷൻ, ഓട്ടോമാറ്റിക് ഡോർ, അടിപൊളി സീറ്റ്, വിമാനം പോലൊരു തീവണ്ടി. പക്ഷെ ആ തീവണ്ടിയിൽ കയറാൻ മാത്രം ആളില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? നമ്മൾ മലയാളികൾ ഇവിടെ വന്ദേ ഭാരതിൽ കയറാൻ ടിക്കറ്റും ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റും നോക്കി അവസാനം ജനറൽ കമ്പാർട്ട്മെന്റിനെ പോലെ തിക്കി നിൽക്കുമ്പോഴാണ് ഉത്തരേന്ത്യയിൽ വന്ദേ ഭാരത് ഈച്ചാട്ടി കിടക്കുന്നത്. 2 വന്ദേ ഭാരത് ട്രെയിനുകളാണ് ആള് കയറാനില്ലാതെ നിർത്തിവെച്ചത്. എന്താ അല്ലേ? ഇതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. ഉദയ്പൂർ, ജയ്പൂർ, ഉദയ്പൂർ, ആഗ്ര ഈ റൂട്ടുകളിൽ ഓടിക്കൊണ്ടിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ റെയിൽവേ പിൻവലിച്ചു. യാത്രക്കാർ ഇല്ല എന്നതാണ് കാരണം. രാജ്യത്തുടനീളം ഓടുന്ന 82 വന്ദേ ഭാരത് ട്രെയിനുകളിൽ പകുതി എണ്ണത്തിലും സീറ്റുകൾ കാലിയാണെന്നാണ് റിപ്പോർട്ട്. അതായത് വണ്ടി ഓടിക്കാൻ ചെലവാക്കുന്ന കറണ്ട് ബില്ലിന്റെ കാശ് പോലും കിട്ടുന്നില്ലെന്ന് സാരം. പക്ഷെ നേരെ ഇങ്ങോട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഒന്ന് നോക്കിയാലോ. ഒക്യുപ്പൻസി 200%. അതായത് ഇരിക്കാൻ സീറ്റില്ലെങ്കിൽ വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്നായാലും ഞങ്ങൾ മലയാളികൾ യാത്ര ചെയ്യുമെന്ന അവസ്ഥ. ഇന്ത്യയിൽ തന്നെ വന്ദേ ഭാരത് ഏറ്റവും അധികം ലാഭത്തിൽ ഓടുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. ഇനി നമുക്കിതിന്റെ ഉള്ളുകള്ളികളിലേക്ക് ഒന്ന് പോകാം. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഈ ഹൈടെക് വണ്ടിക്ക് ആളില്ലാത്തത് നോക്കാം. റൂട്ട് ശരിയില്ലാത്തത് കൊണ്ടാണോ, അതോ കാശില്ലാത്തത് കൊണ്ടാണോ? അതൊന്നുമല്ല. കാരണം ഇത് സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ വന്ദേ ഭാരത് എന്ന് പറഞ്ഞാൽ കുറച്ച് വൃത്തിയും വെടുപ്പും ഉള്ള ഒരു സാധനമാണെന്നറിയാലോ. വിൻഡോ ഗ്ലാസ് തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറ്റില്ല? വായ നിറയെ മുറുക്കി പാൻപരാഗ് ചവച്ച് വിൻഡോ വഴി പുറത്തേക്ക് തുപ്പാൻ പറ്റില്ല. അതൊരു വലിയ സൗകര്യക്കേടല്ലേ? ഇത്രയും കാശും കൊടുത്ത് ട്രെയിനിൽ കയറിയിട്ട് വിൻഡോ വഴി തുപ്പാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ ട്രെയിൻ എന്തിനു കൊള്ളാം? ഇനി ടോയ്ലറ്റിൽ പോയാലോ? അവിടെ വെള്ളം ഒഴിക്കാതെ ഇറങ്ങി വരാനും പൈപ്പ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല. എല്ലാം സെൻസർ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതും അവിടെ നടക്കില്ല. ഇനി ട്രാക്കിൽ കാര്യം സാധിക്കുന്ന ശീലമുള്ളവർക്ക് ഈ ബയോ ടോയ്ലറ്റ് ഒക്കെ കണ്ടാൽ വല്ല കാര്യമുണ്ടോ? പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ വാതിലുകൾ ഓട്ടോമാറ്റിക്കാണ്, തന്നെ അടയുന്നതാണ്. ഓടുന്ന ട്രെയിനിൽ വാതിലിൽ തൂങ്ങിക്കിടന്ന് കാറ്റും കൊണ്ട് ചുമ്മാ പോക്കൃത്തരം കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിൽക്കും, റെയിൽവേ പോലീസ് വരും, പിടിച്ചകത്തിടും. ചുരുക്കത്തിൽ സിവിക് സെൻസ് അഥവാ പൗരബോധം ഉള്ളവർക്ക് മാത്രമേ ഈ വണ്ടിയിൽ കയറാൻ തോന്നൂ. അതില്ലാത്തവർക്ക് ഈ വണ്ടി ഒരു ജയിൽ പോലെയാണ്. അതുകൊണ്ടാണ് അവർ ഇതിൽ കയറാത്തത്. കയറിയാൽ തന്നെ സാധനങ്ങൾ അടിച്ചു മാറ്റാനോ നശിപ്പിക്കാനോ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് വലിയ നിരാശ ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവർ പഴയ പാസഞ്ചർ വണ്ടിയിൽ തന്നെ പോകും. നമ്മൾ മലയാളികൾ പക്ഷേ അങ്ങനെയല്ല. കാശ് കൊടുക്കാൻ യാതൊരു മടിയുമില്ല. പക്ഷേ കാശ് കൊടുത്താൽ നല്ല സൗകര്യം വേണം, സമയവും ലാഭിക്കണം. ഇത് നിർബന്ധമാണ്. ഇത് രണ്ടും വന്ദേ ഭാരതിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്ദേ ഭാരത് ഹിറ്റായതും അവിടെ അത് ഫ്ലോപ്പായതും. ഇന്ത്യൻ റെയിൽവേയുടെ ഒന്നേ പറയാനുള്ളൂ, ആ ഓടാത്ത വണ്ടികളൊക്കെ തന്നെ ഇങ്ങോട്ട് വിട്ടേക്ക്, കേരളത്തിലോട്ട് വിട്ടേക്ക്. നമ്മുടെ ഈ നല്ല ശീലം കണ്ടിട്ടായിരിക്കാം റെയിൽവേ മലയാളികൾക്ക് ഒരു സമ്മാനം കൂടി തരാൻ പോകുന്നുണ്ട്. നമ്മൾ കാത്തിരുന്ന ബംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വൈകാതെ തന്നെ എത്തും. കോട്ടയം വഴിയായിരിക്കും സർവീസ് എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. സമയം നോക്കിയാലോ, കൃത്യം രാത്രി 7:30 തിരുവനന്തപുരത്ത് നിന്ന് എടുക്കും. പിറ്റേന്ന് രാവിലെ 7:30 ബംഗളൂരിലെത്തും. തിരിച്ച് ബംഗളൂരിൽ നിന്ന് രാത്രി 7:30 എടുത്ത് രാവിലെ തിരുവനന്തപുരത്തെത്തും. ഓഫീസിൽ പോകുന്നവർക്കും IT ജീവനക്കാർക്കും ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. 16 AC കോച്ചുകളാണ് ഉണ്ടാവുക. നിരക്കുകൾ ഏകദേശം ഇങ്ങനെയാണ്. തേർഡ് ACക്ക് 2300 രൂപ, സെക്കൻഡ് ACക്ക് 3000 രൂപ, ഫസ്റ്റ് ACക്ക് 3600 രൂപ. ഇതിൽ 6 ACയോ വെയിറ്റിംഗ് ലിസ്റ്റോ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ടിക്കറ്റ് എടുത്താൽ രാജകീയമായി കിടന്നുറങ്ങിപ്പോകാം. ഒരു കാര്യം വ്യക്തമാണ്, വികസനം എന്ന് പറയുന്നത് വെറുതെ കുറെ വണ്ടികൾ ഇറക്കി വിടുന്നതല്ല. അത് ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്ന സംസ്കാരം കൂടി വളർത്തുന്നതാണ് വികസനം. ട്രാക്കിലിരുന്ന് കാര്യം സാധിക്കുന്നവർക്കും സീറ്റിൽ തുപ്പുന്നവർക്കും വന്ദേ ഭാരത് ഒരു ബാധ്യതയാണ്. എന്നാൽ വൃത്തിയും വെടുപ്പും ആഗ്രഹിക്കുന്ന മലയാളിക്ക് അതൊരു അനുഗ്രഹമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.